നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലസ്ഥാന നഗരിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നുപോയി. പക്ഷേ അദ്ദേഹം വന്നുപോയതിനു ശേഷവും അതിൻ്റെ അലയൊലികൾ ഇവിടെ അവസാനിച്ചിട്ടില്ല. ഇപ്പോൾ ആ വേദിയിൽ നടന്നിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം അവിടെ വേദിയിൽ പ്രസംഗിക്കുകയാണ്. അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് വേദിയിൽ നിന്നുകൊണ്ട് നരേന്ദ്രമോദി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ സ്റ്റേജിന് താഴെയായിട്ട് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു ബാലൻ ഏറെ നേരമായി ആ ബാലൻ വരച്ച ചിത്രം, നരേന്ദ്രമോദിയുടെ ഒരു ചിത്രം ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന കാഴ്ചയായിരുന്നു പ്രധാനമന്ത്രിയുടെ കണ്ണിൽ ഉടക്കിയത്. ഏറെ നേരമായി ആ കുട്ടി മാതാപിതാക്കളോടൊപ്പമായിരിക്കണം വന്നിട്ടുണ്ടാവുക. ആ കുഞ്ഞ് രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ച് അവൻ വളരെ രസകരമായിട്ട് വരച്ചിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചിത്രം ഉയർത്തിപ്പിടിക്കുകയായിരുന്നു. ഇതിനിടയിലായിരുന്നു അദ്ദേഹം ഇത് കാണുകയും ആ കുട്ടി ഏറെ നേരം അത് ഉയർത്തിപ്പിടിക്കുകയും കണ്ടതോടുകൂടി അദ്ദേഹത്തിന് ദയ തോന്നി. അദ്ദേഹം പ്രസംഗം അവിടെ നിർത്തുകയായിരുന്നു. പിന്നീട് വേദിയിൽ നിന്ന് തന്നെ ആ കുട്ടിയോട് അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. പെട്ടെന്ന് പ്രസംഗം നിർത്തിയപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു, എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പ്രസംഗം നിർത്തിയത് എന്നുള്ളത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് പുത്തരിക്കണ്ടത്ത് മൈതാനം അവിടെ സംസാരിക്കുന്നതിനിടയിലായിരുന്നു വളരെ ഹൃദ്യമായിട്ടുള്ള ഈ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത്. തൻ്റെ ചിത്രം ഉയർത്തിപ്പിടിച്ച് ഏറെ നേരമായി നിൽക്കുന്ന ആ കുട്ടിയെ കണ്ട പ്രധാനമന്ത്രി അവനെ അഭിനന്ദിക്കുകയും അവനെ സ്നേഹത്തോടെ ശാസിക്കുകയും ചെയ്തു. പിന്നീടാണ് അദ്ദേഹം ആ വേദിയിൽ നിന്ന് തന്നെ ആ മകനോട് പറയുന്നുണ്ടായിരുന്നു, മോനെ, നീ കുറേ നേരമായി ഈ ചിത്രം ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നു, നിന്റെ കൈ വേദനിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ചിത്രം ഇങ്ങ് തന്നേക്കൂ, അതിൻ്റെ പുറകിൽ നിന്റെ വീട്ടുപേരും വിലാസവും എഴുതണം, ഞാൻ നിനക്ക് കത്തെഴുതാം. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഏതൊരു കുഞ്ഞിനെ സംബന്ധിച്ചും വളരെ സന്തോഷം ഉണ്ടാകുന്ന അല്ലെങ്കിൽ വളരെ അത്ഭുതം തോന്നുന്ന ഒരു കാഴ്ചയാണ്. കാരണം അദ്ദേഹം ആ ചിത്രം വാങ്ങുക മാത്രമല്ല, അതിന് പുറകിൽ ആ കുഞ്ഞിൻ്റെ വിലാസവും വീട്ടുപേരും അഡ്രസ്സും എല്ലാം എഴുതണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിരിച്ച് ഒരു രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ തിരിച്ച് ആ കുഞ്ഞിന് ഞാനൊരു കത്തെഴുതാം എന്ന് അദ്ദേഹം പറയുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നിരവധി ആളുകളാണ് അതിന് താഴേക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്, അവൻ നല്ല ഭാഗ്യമുള്ള പയ്യനാണ്, അല്ലെങ്കിൽ ഈ ഒരു വേദിയിൽ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമോ എന്നുള്ളത്. ഇത് കേട്ടതോടെ സദസ്സിൽ നിന്നും വലിയ കയ്യടിയാണ് ഉയർന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ SPG ഉദ്യോഗസ്ഥരോട് കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നും ആ ചിത്രം വാങ്ങാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ചിത്രം ഈ കുട്ടിയുടെ സ്നേഹവും അനുഗ്രഹവുമാണ്, അത് വളരെ ശ്രദ്ധയോടെ വാങ്ങണമെന്ന് ഞാൻ SPG ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുകയാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. SPG ഉദ്യോഗസ്ഥർ ഈ ഒരു ചിത്രം വാങ്ങാനുള്ള സാധ്യതയുണ്ട്, എന്തായാലും തീർച്ചയായിട്ടും വാങ്ങും. അപ്പം ആ കുഞ്ഞിന് ഇത് വളരെ ഒരു ഭാഗ്യം നിറഞ്ഞ നിമിഷമാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പ്രധാനമന്ത്രി വളരെ കുഞ്ഞുങ്ങളോടൊക്കെ തന്നെ വളരെ സ്നേഹത്തോടെ അദ്ദേഹം സംസാരിക്കുന്നതിൻ്റെയും അവരോടൊപ്പം കളിക്കുന്നതിൻ്റെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പല വേദികളിൽ അദ്ദേഹം ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ കുട്ടികളുടെ എന്തെങ്കിലും പരിപാടികളിൽ അദ്ദേഹം ചെല്ലുമ്പോൾ വളരെ താഴ്മയായി അദ്ദേഹം, ആ സമയത്ത് നമുക്കൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അതെന്ന് തോന്നുന്നില്ല. സാധാരണ കുട്ടികൾ അവരുടെ ഒരു അച്ഛൻ്റെ അടുത്ത്, അവരൊരു അപ്പൂപ്പൻ്റെ അടുത്തൊക്കെ തന്നെ സംസാരിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ താടിയിൽ തൊട്ട് തലോടുന്ന, അദ്ദേഹത്തിൻ്റെ മുടി പിടിച്ചു നോക്കുന്ന, അദ്ദേഹത്തിൻ്റെ കണ്ണാടി പിടിച്ചു നോക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ പലപ്പോഴും വൈറലായിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ടുള്ളത്. അതുകൊണ്ടും ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം വളരെ വാത്സല്യത്തോട് കൂടിയിട്ടാണ് ആ കുഞ്ഞിനോട് ആ ചിത്രം SPGയോട് വാങ്ങാൻ ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്, നിന്റെ കൈ വേദനിക്കുമെന്ന് അദ്ദേഹം സ്നേഹത്തോടു കൂടി ശാസിക്കുന്ന ഈ ഒരു വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇത് മാത്രമല്ല, അതിന് പിന്നാലെ സദസ്സിലിരുന്ന ഒരു സ്ത്രീ തനിക്ക് നൽകാനായ ഒരു പുസ്തകം കൊണ്ടുവന്നതും പ്രധാനമന്ത്രി ശ്രദ്ധിക്കുകയും അത് വാങ്ങാനും അദ്ദേഹം SPG ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപക്ഷെ അതും അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. കുറേ നേരമായിട്ട് ഒരു അദ്ദേഹം മേഡം എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. അവിടെ ഒരു പുസ്തകം തനിക്ക് തരാനായിട്ട് കൈപിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ അത് അവർ പൊക്കി പിടിച്ചിട്ടുണ്ടാവുക. അത് കാണുകയും ആ പുസ്തകവും അദ്ദേഹം വാങ്ങാനായിട്ടാണ് SPG ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുള്ളത്. ഈ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറെ സന്തോഷം തരുന്ന ഒരു കാഴ്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലാവുകയാണ്. ഏതായാലും ആ കുഞ്ഞും അതുപോലെ തന്നെ ഇപ്പോൾ ആ പുസ്തകം നൽകാൻ സാധിച്ചിട്ടുള്ള ആ ഒരു യുവതിയും അവർ ഏറെ ഭാഗ്യം നിറഞ്ഞവരാണ് എന്നാണ് താഴെ നിരവധി ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുള്ളത്. പ്രധാനമന്ത്രിയെ ഏറ്റവും അടുത്ത് കാണാനാവുകയും അവർ കൊണ്ടുവന്നിട്ടുള്ള സമ്മാനങ്ങൾ അദ്ദേഹത്തിന് തന്നെ ശ്രദ്ധയിൽപ്പെട്ട് അത് വാങ്ങാൻ അദ്ദേഹം തന്നെ ആവശ്യപ്പെടുകയും ചെയ്ത ഒരു വളരെ ഭാഗ്യമുള്ള ഒരു നിമിഷത്തിലൂടെയാണ് അവർ കടന്നുപോയിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രസംഗം, വളരെ തീപ്പൊരി പ്രസംഗമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. തൻ്റെ പ്രസംഗത്തിൽ മുഴുവൻ കേരളത്തിലെ ഭരണകക്ഷിയായ CPMനെയും പ്രതിപക്ഷമായ കോൺഗ്രസിനെയും പ്രധാനമന്ത്രി രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്.
കേരളത്തിൽ ഒരു മാറ്റത്തിനുള്ള സമയമാണെന്നും BJPക്ക് വലിയൊരു ജനവിധി നൽകണമെന്നും അദ്ദേഹം വോട്ടർമാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രം, ഏകദേശം 2-2.5 മണിക്കൂറുകൾ മാത്രമായിരുന്നു അദ്ദേഹം തലസ്ഥാന നഗരിയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ തന്റെ പ്രസംഗത്തിൽ കൃത്യമായി പറയേണ്ടത് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. കൂടാതെ അദ്ദേഹം അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ അടക്കം ഫ്ലാഗ് ഓഫ് ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. അദ്ദേഹം രാഷ്ട്രീയ റാലിയെ അഭിസംബോധന ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. BJPയുടെ പ്രചാരണത്തിന് ആവേശം പകരുന്നതായിരുന്നു നഗരത്തിൽ നടന്ന റോഡ് ഷോയും. നിരവധി അല്ലെങ്കിൽ വൻ ജനപങ്കാളിത്തമായിരുന്നു ഇന്ന് നമ്മൾ തലസ്ഥാന നഗരിയിൽ കണ്ടത്. ആകെ ഉണ്ടായിരുന്ന അദ്ദേഹം കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള സങ്കടം മാത്രമായിരിക്കും ഒരുപക്ഷെ അവിടെ എത്തിയിട്ടുള്ള പ്രവർത്തകർക്കെല്ലാം ഉണ്ടാവുക. BJP കേരളത്തിൽ അടിത്തറയിട്ടതായി മോദി പറഞ്ഞിട്ടുണ്ട്. ഗുജറാത്തിൽ ശൂന്യമായിരുന്നു BJP. ഒരു അഹമ്മദാബാദ് നഗരസഭയിൽ നിന്നാണ് ജൈത്രയാത്ര തുടങ്ങിയതെന്നും തിരുവനന്തപുരത്ത് നിന്നും സമാന യാത്ര ആരംഭിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ഒരു വാക്കുകളും ഏറെ ശ്രദ്ധ നേടുന്നുണ്ട്. അതായത് ഗുജറാത്തിൽ ഒന്നുമല്ലാതിരുന്ന BJP അഹമ്മദാബാദിൽ നിന്നാണ് ഒരു യാത്ര തുടങ്ങിയത്. ഇന്ന് ഗുജറാത്ത് ഭരിക്കുകയാണ് BJP. കേരളത്തിലും ഇത് തന്നെയാണ്, ഇതേ പരിവർത്തനം ഉണ്ടാകുമെന്ന് തനിക്ക് ഉറപ്പാണെന്നും നിങ്ങളുടെ ആവേശം കാണുമ്പോൾ എനിക്ക് അതറിയാം എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 1987 മുമ്പ് ഗുജറാത്തിൽ തോൽവികൾ ഏറ്റുവാങ്ങുന്ന ഒരു പാർട്ടിയായിരുന്നു. പത്രത്താളുകളിൽ പോലും BJP ഇടം പിടിച്ചിരുന്നില്ല. 1987 അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റി നാം പിടിച്ചു. അവിടെ നിന്നാണ് BJP ഗുജറാത്തിൽ വിജയയാത്ര തുടങ്ങിയത്. അതുപോലെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തും ഒരു പട്ടണത്തിൽ നിന്ന് തുടങ്ങിയ ജൈത്രയാത്ര തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് തുടങ്ങണം. കേരളത്തിലെ ജനങ്ങൾക്ക് BJPയിൽ വിശ്വാസം വന്നു തുടങ്ങിയിട്ടുണ്ടും എന്ന് മോദി പറഞ്ഞിട്ടുണ്ട്. അതായത് ഗുജറാത്തിൽ എന്താണോ സംഭവിച്ചിരിക്കുന്നത് അത് തന്നെ തിരുവനന്തപുരത്തും കേരളത്തിലും തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ജയം അത്ഭുതവും ഐതിഹാസികവുമാണെന്നും ഇതോടെ BJP കേരളത്തിൽ അടിത്തറയിട്ടു, ഇതിന്റെ അലയൊലി രാജ്യമെങ്ങുമുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇടത് വലത് അഴിമതി ഭരണത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാനുള്ള വിജയമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാറാത്തത് ഇനി മാറുമെന്നും പ്രധാനമന്ത്രി മലയാളത്തിൽ പറഞ്ഞു. 7 പതിറ്റാണ്ടായി തിരുവനന്തപുരത്തോട് ഇടത് വലത് മുന്നണികൾ അനീതി കാണിക്കുന്നു. വികസിത തിരുവനന്തപുരം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുകയാണ്. രാജ്യത്തെ മികച്ച നഗരമാക്കാനുള്ള തിരുവനന്തപുരത്തിന്റെ എല്ലാ ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതായത് കൃത്യമായിട്ട് ഇടത് വലത് ഭരണങ്ങളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് അവരുടെ ഭരണത്തിൽ പൊറുതിമുട്ടിയിരിക്കുന്ന ജനങ്ങളോട് BJP കേരളത്തിൽ അടിത്തറ പാകിയിട്ടുണ്ട്. ഇനി വികസനമായിരിക്കും മുൻപോട്ടുള്ളത് എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു പക്ഷം കൂടി ഉണ്ടാകും. അത് വികസനത്തിന്റെ NDA എന്ന പക്ഷമാണ്. LDFന്റെയും UDFന്റെയും ചിഹ്നം രണ്ടാണെങ്കിലും അജണ്ട ഒന്ന് തന്നെയാണ്. ത്രിപുരയിൽ 30 വർഷം CPM ഭരിച്ചു. അതിനുശേഷം ജനങ്ങൾ മാറി ചിന്തിച്ചു. ഇന്ന് അവിടെ LDFന്റെ പേരിന് പോലും കാണുന്നില്ല. ബംഗാളിൽ 35 മുതൽ 40 വർഷം ഇടതുപക്ഷം ഭരിച്ചു. ഇന്ന് അവിടെ മത്സരിക്കാൻ പോലും CPMന് ആളില്ല. കേരളം രക്ഷപ്പെടണമെങ്കിലും ഇടത് വലത് കൂട്ടുകക്ഷി ഭരണം അവസാനിപ്പിക്കണം. അവർ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് നടത്തുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.